പേരാമ്പ്രയിലെ വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം നടത്തുന്ന ഹീനമായ ശ്രമങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കാഫിർ സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത് എന്ന പോലെ തന്നെയാണ് നമ്മുടെ കൗമിലെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്ത് ഒരു തരത്തിലും ഐക്യജനാധിപത്യ മുന്നണി സ്വപ്നെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു പ്രദേശത്തിൻ്റെ തന്നെ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടിയായി തെരഞ്ഞെടുപ്പ് മാറും. അത് പരാജയം മണക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചരണം ഇവർ പുറത്തിറക്കാറുള്ളത്. അപ്പോൾ പേരാമ്പ്രയിൽ വലിയൊരു മുന്നേറ്റം ഐക്യജനാധിപത്യ മുന്നണിക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ പരാജയ ഭീതിയിൽ ഇറക്കിയിട്ടുള്ള ഒരു കാർഡാണത്. ഇത് അവർക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിക്കാൻ പോവാണ്. എന്താ പറയുക, ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞത് അത് താൻ അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മുന്നണി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല, അത് അന്വേഷണം നടക്കട്ടെ, അത് അങ്ങനെ ഒരു കാര്യം ചെയ്ത് താൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണ വാഹനങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ പിന്നെ പ്രചരണ വാഹനങ്ങൾ പിൻവലിക്കുകയല്ലേ വേണ്ടത്. ഇപ്പം നമ്മുടെ ഒരു പ്രചരണ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ എന്തായിരുന്നു കെ എം ഷാജിയുടെ പേരിലുള്ള കേസ്, കെ എം ഷാജി നേരിട്ട് വിതരണം ചെയ്ത എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ പ്രചരിപ്പിച്ചത്. അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് അവസാനം സുപ്രീം കോടതി വരെ പറയുകയുണ്ടായി. എന്നിട്ടും വേറെ ആരോ വിതരണം ചെയ്തത് അത് ഷാജിയാണ് അതിൻ്റെ പിന്നിലെന്നല്ലേ അന്ന് അവർ പറഞ്ഞത്. അവസാനം അങ്ങനെ ഒരു സാധനം വിതരണം ചെയ്തിട്ടേ ഇല്ല എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതുപോലെ ഐക്യജനാധിപത്യ മുന്നണി ഇത്തരത്തിലുള്ള ഒരു പ്രചരണവും അവിടെ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മളവിടുത്തെ സൗഹൃദാന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഏത് മണ്ഡലത്തിലും പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും എന്തിനാണ് ഈ വർഗീയ കാർഡ്, ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ വാഹനം നിർത്തിയിട്ടിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ളത് അതിൻ്റെ വീഡിയോ പൂർണ്ണമായും വന്നല്ലോ. അപ്പോൾ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രചരണത്തെ എങ്ങനെയാണ് ഇത് ഞാനറിയാതെ വന്നതാണ്, അല്ലെങ്കിൽ അതിൽ എനിക്ക് പങ്കില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക? CPM ഇങ്ങനെ പല മണ്ഡലങ്ങളിലും വർഗീയ കാർഡ് നടക്കുന്ന ഒരു പതിവാക്കിയിരിക്കുകയാണോ എങ്ങനെ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് കണ്ടിട്ടുണ്ട്. നമുക്കറിയാലോ, ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ ആ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് വന്നിട്ടുള്ളത്. അത് ഏത് രീതിയിൽ അവർക്ക് തിരിച്ചടിയായി. വൻ ഭൂരിപക്ഷത്തിലല്ലേ ഷാഫി പറമ്പിൽ ജയിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ഇനി പേരാമ്പ്രയിലെ ഞങ്ങളുടെ വിജയം ഒന്നുകൂടി സുഗമമായിരിക്കുന്നു. ഞങ്ങളുടെ ഭൂരിപക്ഷം ഇനി എത്ര വർദ്ധിക്കും എന്നുള്ളത് നോക്കിയാൽ മതി. കാരണം അവിടുത്തെ ജനങ്ങൾ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടാവും. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ഒന്നാകും. പേരാമ്പ്രയിൽ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ നൂർബിന റഷീദ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അവർ പറയുന്നു, അവസാന നിമിഷം വരെ താങ്കളെ മത്സരിപ്പിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരുന്നത്. താങ്കൾക്ക് മോഹം നൽകി, പക്ഷേ അവസാനം അജ്ഞാതമായ കാരണങ്ങളാൽ മത്സരിപ്പിച്ചില്ല എന്നാണ് എന്നെ അവർ പറയുന്നത്. അല്ല, എൻ്റെ കാര്യം ഞാനല്ലേ പറയണ്ടേ. അല്ല, അവർ പറയുന്നു അവർക്കറിയാം കാര്യങ്ങൾ. അല്ല, എൻ്റെ കാര്യം എനിക്കറിയാമല്ലോ. ഞാനത് പറയുകയും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ അന്ന് പിന്നെ സാദിഖലി ശിഹാബ് തങ്ങൾ
നേരിട്ട് ഓരോ ആളുകളെയും വിളിച്ചിട്ടാണ് സംസാരിച്ചത്. അവിടെ ഞാനും സാദിഖ് അലി തങ്ങളും സംസാരിച്ചത് എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. എന്ത് തീരുമാനം വേണമെങ്കിലും പാർട്ടിക്ക് എടുക്കാമെന്നുള്ള തീരുമാനമായിട്ടാണ് പുറത്തു വന്നത്. അങ്ങനെയുള്ള ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. പുതിയ തലമുറയിലുള്ള ആൾ വരണം എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ഇപ്പോഴും ഞാൻ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്നായിരുന്നു ഞാൻ ഓരോ സ്ഥലത്തും പോയി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് തന്നെയാണ് അവർ പറഞ്ഞത്. ഈ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി താങ്കളെ മാറ്റി നിർത്തിയപ്പോൾ താങ്കൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഓടി നടന്ന് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യത്യാസമുണ്ട്. മറ്റത് ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ നടത്തുന്ന പ്രവർത്തനവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രചരണത്തിന് പോകുന്ന പ്രവർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് നമുക്ക് കുറച്ചുകൂടി റിലാക്സായിട്ട് ഓരോ സ്ഥലത്തും നമുക്ക് തിരഞ്ഞെടുത്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യാം. മറ്റതങ്ങനെയല്ലല്ലോ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ നമ്മൾ പ്രചരണത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിന് പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ. ഈ വിഷയത്തിൽ ഇപ്പം ഫാത്തിമയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളാണ്. അത് തുടക്കം മുതലേ ആദ്യം അഹമ്മദ് ദേവർകോവിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷം ഇപ്പം ഈ പ്രചരണ വാഹനം വരുന്നു. ഇപ്പം നൂർബിന റഷീദ് വാർത്താ സമ്മേളനം വിളിച്ച് ഇന്ന് അവരുടെ ഈ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. എന്നിട്ട് ഫാത്തിമ തഹ്ലിയക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പം ഈ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇത്ര വലിയ അപകടകാരിയാണോ? കാരണം ഒരു സമയത്ത് പാർട്ടിയെ മുൾമുനയിൽ നിർത്തിയ ആളാണ് എന്നുള്ളതാണ് ഈ നൂർബിന റഷീദ് അടക്കമുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഫാത്തിമ തഹ്ലിയയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് പാർട്ടിയാണ്. പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്, അല്ലാതെ അവരൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല അവിടെ മത്സരിക്കുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഫാത്തിമ തഹ്ലിയ എവിടെയാണ് മത്സരിക്കുന്നത്? പേരാമ്പ്രയിലാണ്. അപ്പോൾ പേരാമ്പ്രയിൽ മത്സരിക്കുമ്പം ഈ പറഞ്ഞിട്ടുള്ള പിന്നെ അവരെ ജമാഅത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ വന്നതാണ് എന്ന്, അതേപോലെ കൗമിൻ്റെ കുട്ടിയാണ് എന്നെല്ലാം പ്രചരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവർ ഫാത്തിമ തഹ്ലിയെ പിന്നെ അവിടെ വിജയിക്കുമെന്നുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്.